പല സമയങ്ങളും ബഹുമാനപ്പെട്ട ദേവദാസനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മധ്യപ്രദേശിൽ ഏകദേശം 3 വർഷത്തോളം കർത്താവിന്റെ വേലയിലൊക്കെ ആയിരിക്കാൻ വലിയവനായ ദൈവം കൃപ തന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ എനിക്ക് ആ സമയങ്ങളിലൊക്കെ വചനം പഠിക്കാനും അനേക സ്ഥലങ്ങളിൽ പോയി കർത്താവിനെ കുറിച്ച് പറയാനൊക്കെ ദൈവം കൃപ തന്നു. കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ അവർക്ക് സ്തോത്രം. ഇന്ന് പകൽക്കാലം അവരെ നമ്മുടെ മധ്യ ലഭിച്ചതിൽ ഞാൻ ഹൃദയംഗമായി കർത്താവിന് നന്ദി പറയുകയാണ്. കർത്താവിന് സ്തോത്രം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം സ്തോത്രം ചില വിഷയങ്ങളെ ബന്ധിച്ച് അവര് അല്പം വൈകിപ്പോയി. വണ്ടിയൊക്കെ ഇടയ്ക്ക് കേട്ടായതുകൊണ്ടാണ് വൈകി. നേരത്തെ തന്നെ വന്നേനെ. നമ്മുടെ മധ്യ ഇന്ന് അധികം സമയമില്ലാത്തത് കൊണ്ട് നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ വളരെ ചുരുക്കി ചില നിമിഷങ്ങൾക്കുള്ളിൽ പറഞ്ഞു തീർക്കണം. ആദ്യമായി ബഹുമാനപ്പെട്ട അപ്പച്ചൻ എഴുന്നേറ്റ് അല്പസമയം ദൈവത്തിന്റെ വചനം പറയും. അദ്ദേഹം കർത്താവിന്റെ വേലയിൽ വളരെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും അനുഗ്രഹീതനായ ദേവദാസനാണ്. കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾ ഓർക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന 1 വർഷത്തിൽ 7-21 ഇരുന്ന ദേവദാസന്മാരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കർത്താവിന്റെ ദാസനേ ഉള്ളൂ എന്നാ തോന്നുന്നത്. അതും ഈ 70ാമത്തെ വയസ്സിൽ. സ്വതന്ത്രം കർത്താവിന്റെ ദാസന് എത്രമാത്രം ദൈവത്തോട് അടുത്തിരിക്കാൻ ദൈവം ഭാഗ്യം നൽകി. കഴിഞ്ഞ ദിവസം ചിലപ്പോ അപ്പച്ചൻ എന്നോട് പറയാനില്ല, ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. നമ്മള് മൂളിയൊക്കെ ഒരു 4 ദിവസം ഇരുന്നാലായി. കർത്താവിന്റെ ദാസൻ ഇത്രയും വാർദ്ധക്യമായിട്ട് നമ്മുടെ ദൈവത്തിന്റെ വചനം പറയുന്നു, വാർദ്ധക്യത്തിലും ഫലം കഴിച്ചുകൊണ്ടിരിക്കും. അമേൻ. പച്ച പിടിച്ചും പുഷ്ടി വെച്ച് വലിക്കുന്ന ദൈവകൃപയിൽ ജീവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മുടെ സമയം കർത്താവിന്റെ ദാസന്മാരുടെ ശുശ്രൂഷ നമുക്ക് വലിയ അനുഗ്രഹത്തിനും വിടുതലും ഒക്കെ കാരണമാക്കി ദൈവാത്മാവ് തീർക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും. ഞാൻ കരുതി കുറച്ചു നേരം കൂടി ആരാധനയൊക്കെ മുമ്പോട്ട് പോകണം എന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സമയത്തിന്റെ ക്ലിപ്തത നമ്മുടെ മധ്യമുണ്ട്. ഇനിയും ആകാമല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ അതിൽ നിന്ന് പിന്തിരിയുകയാണ്. തുറന്നുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കും. അതിനുശേഷം അല്പസമയം അത്യാവശ്യം ചില സാക്ഷ്യങ്ങൾ പറയാൻ ഉള്ള അവസരമുണ്ട്. അതിനുശേഷം നമ്മള് കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ അനുഭവിക്കാൻ നാം കാത്തിരിക്കുകയാണ്. തുറന്നുള്ള സമയം ദേവദാസൻ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോട് കൂടി ആയിരിക്കും. അതിനായി ദേവദാസൻ വയസ്സെന്ന് പറഞ്ഞു. ഞാൻ 4 വയസ്സൂടെ കൂട്ടിങ്ങനെ ഞാൻ 24 വയസ്സ്. ഞാൻ ഈ ഇതിരിക്കുന്നതായ എൻ്റെ മകനാണ്. അതിൻ്റെ പിതാവാണ് ഞാൻ. എൻ്റെ കൂടെ വന്നവര് മകൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളുമാണ്. അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റെ മരുന്നോട് ഉച്ചവട്ടം സത്യനും. ഞാൻ 43 വർഷം മുൻപേ പട്ടാളത്തിൽ വെച്ച രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ വേലയിലായിട്ട് 43 വർഷമായി. പ്രാർത്ഥന സമുദായത്തിലായിരുന്നു. അവിടെ വെച്ച് ദൈവവിളി ഉണ്ടായി. അത് പട്ടാളത്തിൽ മിലിറ്ററി സേവനത്തിൽ വെച്ചാണ്. ആ വിളിയുടെ അനുസരിച്ച് ഞാൻ അനുസരിച്ചു, ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിൽ അടുത്ത് വന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കാനിരുന്നു. അന്ന് രാത്രിയിലാണ് രക്തസന്തോഷം കർത്താവിനെ നിറച്ചത്. അന്ന് മുതൽ കർത്താവിന് വേല ചെയ്യണമെന്നതായ വിളിയും എന്റെ പേര് വന്നു. അങ്ങനെ വാസ്തവമായിട്ട് അനുഭവക്കാരാണ് ആദ്യം. എങ്കിലും കർത്താവിന് വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചിലർക്ക് അഭിഷേകം പ്രായക്കാൻ തുടങ്ങി. എനിക്ക് ആത്മാക്കളെ കർത്താവ് പട്ടാളത്തിൽ വെച്ച് തന്നിട്ടുണ്ട്. 8 വർഷം കർത്താവിന്റെ വേലയും കർത്താവിന് വേല ചെയ്യുമ്പോഴാണ് ഞാൻ അഭിഷേകം പ്രാപിച്ചതും വിശ്വാസ സ്നാനം ഏറ്റതും എല്ലാം പട്ടാളത്തിൽ വെച്ചാണ്. വ്യക്തമായിട്ട് എന്റെ അനുഭവ സാക്ഷിയായിട്ട് പറയാം. അങ്ങനെ രക്ഷിക്കപ്പെട്ട് 6 മാസം കഴിഞ്ഞ് കർത്താവിന് വേലി ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണിന്റെ കാഴ്ച വളരെ നഷ്ടപ്പെട്ടു. 43 വർഷം കഴിയ മുൻപായിട്ടുള്ള കാര്യം പറയുന്നത്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയിലായിരുന്നു. സാമാന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയിലായിരുന്നു. അതെനിക്ക് പ്രയാസമായിട്ട് വന്നു. ഡോക്ടർമാർ നോക്കിയപ്പോൾ 2 അസുഖമുണ്ടെന്ന് പറഞ്ഞു. 1 തിമിരം, 2 ട്രീറ്റ്മെന്റ് നിരീക്ഷണ അസുഖം.
എനിക്കങ്ങനെ എന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അന്ന് എനിക്ക് 7 വർഷം സർവീസേ ഉള്ളേ. സുരക്ഷിത വേല ഞാൻ തുടങ്ങിയേ ഉള്ളേ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവശബ്ദം ഉണ്ടായി. ഒരിക്കലും തന്നെ ഉടനെ വിടുകയില്ലായിരുന്നു. അങ്ങനെ ദൈവം എപ്പോഴും പ്രവർത്തിച്ചു. വേറെ ഡോക്ടർമാർ കൂടി പ്രവർത്തിച്ചു. പിന്നീട് ഞാൻ 8 വർഷം കൂടെ സേവനം ചെയ്തിരുന്നു. ആ 8 വർഷമാണ് സുവിശേഷ വേല ശക്തിയോടെ ജീവിതത്തെ ഉപയോഗിച്ചത്. പൂന, നെഹ്റോഡ്, ദേവലാലി, നാസിക്കരോട് ഈ സ്ഥലങ്ങളിൽ ചെറുതൊക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കാം. ഇതെല്ലാം ഞാൻ സുവിശേഷ വേല ചെയ്തായ ഇടങ്ങളാണ്. എനിക്ക് വായ്പാക്കളെ കെട്ടാൻ തന്നു. എന്നിലേക്ക് അഭിഷേകം പ്രാപിച്ചു. ഞാൻ സ്നാനപ്പെടുമ്പോൾ ഇവിടെ എന്റെ ഭാര്യ വന്നിട്ടില്ല. ഞാൻ സ്നാനക്കടയിൽ പോകുമ്പോൾ എനിക്ക് 150ഓളം വലിയ കൂട്ടായ്മയുള്ള ആൾക്കാരുണ്ടായിരുന്നു. 4 സ്ഥലങ്ങളിലായിട്ട് 15ഉം 10ഉം 15ഉം കിലോമീറ്റർ അകലെയുള്ളതായ 4 സ്ഥലങ്ങളിലായിട്ട് 150 പേരും വിശ്വാസികളുടെ സഭയിലുണ്ടായിരുന്നു. ഇവരുടെ കർത്താവ് എന്നെ വിളിച്ച് അഭിഷേകം പ്രാപിച്ചതും സ്നാനം എന്നോട് ദൈവം നേരിട്ട് സംസാരിക്കായിരുന്നു. അതിന്റെ പശ്ചാത്തലം ഇപ്പോൾ പറയാൻ സമയമില്ല. ദൈവശബ്ദം ഉണ്ടായി, നീ വിശ്വാസ സ്നാനം വെക്കണമെന്ന്. ഞാൻ വിശ്വാസ സ്നാനം ഒരു 3 രോഗത്തിൽ കർത്താവിനെ കടത്തിവിട്ട് അർദ്ധരാത്രിയിൽ അതോട് ദൈവശബ്ദം ഉണ്ടായി. അങ്ങനെ സ്നാനത്തിന് വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചു. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഒരു പാസ്റ്റർമാരെ എനിക്ക് പരിചയമില്ല. രാത്രിയിലുണ്ടായ അസുഖനിമിത്തം ഡോക്ടർമാരെ എനിക്ക് 3 ദിവസം റെസ്റ്റ് എടുത്തത്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ 3 ദിവസം കൂടി എന്റെ സ്നാനം നടക്കണം. സ്നാനം എങ്ങനെയാന്ന് പോലും എനിക്കറിയില്ല. ഈ ശബ്ദം ഉണ്ടായതേ ഉള്ളൂ കേട്ടോ. 43 വർഷമുള്ള കാര്യം. 3 ദിവസം എനിക്കിപ്പോൾ അവധി കിട്ടി. പെട്ടെന്ന് രാത്രിയുടെ അസുഖമുണ്ട്. അസുഖം ഈ സ്നാനത്തിന് കൂടി എന്നെ നയിക്കാനായിരുന്നു. ഡോക്ടർമാരെ അസുഖം പെട്ടെന്ന് ഞാൻ തീരുമാനമെടുത്തു. സ്നാനപ്പെടാൻ തീരുമാനമെടുത്തപ്പോൾ എന്റെ അസുഖം മാറി. എങ്കിലും ഡോക്ടർമാർ പറഞ്ഞു രാത്രി ഉണ്ടായ പ്രയാസമുണ്ടല്ലോ, 3 ദിവസം റെസ്റ്റ് എടുത്തോളാം. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിട്ട് ആവശ്യത്തിന് കോട്ടേഴ്സ് പൂനയിലായിരുന്നു, നെഹ്റോഡിലായിരുന്നു. ഞാൻ കർത്താവേ ഈ 3 ദിവസത്തേക്ക് സ്നാനം നടക്കണം. ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഈ എന്റെ കൂട്ടായ്മയുള്ള 150ഓളം ആളുകൾ എല്ലാവരും എങ്ങനെയോ പറഞ്ഞു കേട്ടും ഫോണിൽ കൂടെ അറിയിച്ചും ജോൺ സാർ സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അറിയിച്ചു. അവരൊക്കെ എന്റെ വീട്ടിൽ വന്നു. സ്നാനത്തിനെതിരെ അവർ സംസാരിച്ചു. എല്ലാവരും സമരായക്കാരാണ്. എന്നൊക്കെ അഭിഷേകം പ്രാപിച്ചു. അവരൊന്നും അറിയിട്ടില്ല, അവർ ഉദ്ദേശം അറിയിട്ടില്ല. ഞാൻ അവരുടെ കാര്യം ദൈവശബ്ദം കാര്യം ഞാൻ അവർ പറഞ്ഞു. എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ ജോൺ സാർ സ്നാനത്തിലാണെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ ഞങ്ങളാരും യോഗത്തിന് കുറിച്ചാലും വരുത്തില്ല. ഞാനൊന്നും നോക്കിയില്ല. 150 വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഈ 150 പേരുമായാലും ദൈവശബ്ദം അനുസരിക്കാൻ ഞാനൊരു ഭാര്യയെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. പക്ഷെ മാസ്റ്ററെ ആരെയാണ് കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ 3 ദിവസങ്ങളിൽ എന്റെ സ്നാനം നടക്കണം. ഒരു ദൈവദാസൻ ഇന്ത്യയിൽ നിന്നും അന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇന്ത്യയിൽ എവിടെ നിന്നെങ്കിലും ഒരു ദൈവദാസനെ അയച്ചാണ് പറഞ്ഞു. മദ്രാസിൽ വെച്ച് ഒരു ദൈവദാസൻ ബോംബെക്ക് പോകുന്ന ദൈവദാസൻ ദൈവശബ്ദം ഉണ്ടായി. ആ ദൈവശബ്ദങ്ങളിൽ ആ ദൈവദാസനെ അവിടെ കൊണ്ടുവന്നു. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കഥയിൽ മുട്ടി നോക്കിയപ്പോൾ ഒരു ദൈവദാസനും എന്റെ കൂട്ടായ്മയുടെ ഒരു സഹോദരൻ കൂടിയാണ്. അദ്ദേഹം പശ്ചാത്തലം പറയാൻ സമയമില്ല. അങ്ങനെ ഉടനെ ഒരു ദൈവശബ്ദം ഉണ്ടായി. ഇതാ നിന്നെ സ്നാനകെട്ടി അയച്ചിരിക്കുന്നു, ഇവനെ സ്നാനം വിട്ടുവിടുക. അന്ന് വൈകിട്ട് 4 മണിക്ക് ഒരു കാർ പിടിച്ച് 10-15 കിലോമീറ്റർ അകലെയുള്ള ഒരു നദി, എവിടാന്ന് എനിക്ക് അറിയിക്കില്ല, ദേശവാസികൾ പറഞ്ഞു ഇന്ന നദിയുണ്ട്. നദിയിലേക്ക് ഞാനും എന്റെ ഭാര്യയും ഇവനെന്ന് മകന് 2.5 വയസ്സ് ഇവരെ തോളത്തിട്ടുണ്ട്. ഞങ്ങൾ സ്നാനക്കളയിൽ പോയി. അച്ഛനും സംസാരിക്കാൻ സാക്ഷ്യമായിരിക്കും. ഈ എന്റെ മകന് ഇന്ന് 42-43 വയസ്സുണ്ട്. തോളത്തിട്ടുകൊണ്ട് സ്നാനക്കടയിൽ പോയി. ഗ്രൗണ്ട് ഷീറ്റ് വിരിച്ചിട്ട് ഞാനും എന്റെ ഭാര്യ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. വേറെ ആരുമില്ല. കൂട്ടായ്മക്കാരെല്ലാം എന്റെ കൈവിട്ടതുപോലെ ഗ്രൗണ്ട് ഷീറ്റ് വെച്ച് മണത്തീരത്ത് നാട്ടുതീരത്ത് ഗ്രൗണ്ട് ഷീറ്റ് വിരിച്ചിട്ട് ഈ കൊച്ചു കുഞ്ഞിനെ എന്റെ മകനെ 2 വയസ്സുള്ളവനെ അതിൽ ഇരുത്തിയിട്ട് ഞാനും എന്റെ ഭാര്യയും ആ ഗ്രൗണ്ട് ഷീറ്റിന്റെ ഒരു വശത്ത് മുട്ടുകുത്തി, പാസ്റ്റർ മറ്റേ വശത്ത് മുട്ടുകുത്തി. 3/4 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നിർത്താനായപ്പോൾ ഒരു ട്രക്കിന്റെ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ 3 ടൺ ട്രക്ക് മിലിറ്ററിയിലെ ട്രക്കുകളുണ്ട്. അതില് 70 പരം എന്റെ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ എന്നോടും സ്നേഹത്തിലും ബഹുമാനത്തിലും എന്റെ സ്നാനശുശ്രൂഷ കാണാനായിട്ട് അറിയാമോ? അതിൽ 3 പേര് സ്നാനം കേൾക്കാൻ ഒരുക്കിക്കൊണ്ട് വന്നു. 5 പേരുടെ സ്നാനമാണ് ഞാൻ എന്റെ ഭാര്യ ഉൾപ്പെടെ 5 പേരുടെ സ്നാനമാണ് ആദ്യം വിശ്വസിക്കുന്ന സ്ഥാനമേക്കിന്റെ രക്ഷപ്പെട്ടു, വിശ്വസിക്കാത്ത ശിക്ഷാവിധിയാകും. അങ്ങനെ സ്നാനപ്പെട്ടു. പിന്നീട് അനേകം ശാസ്ത്രം നടന്നു. കുട്ടായി ഇനി വീട്ടിലാന്ന് പറഞ്ഞവരൊക്കെ വരാൻ തുടങ്ങി. ആത്മാക്കളെ കത്ത ഒട്ടും കുറച്ചില്ല. ആത്മാക്കളെ തന്നു. എന്റെ കഴിഞ്ഞ ആഴ്ച ഗ്രാജുവൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് തൊട്ട് അടുത്ത് ഇരിക്കുന്ന എനിക്ക് എഴുതാൻ ഭയങ്കര പ്രയാസമായിട്ട് വന്നു. തൊട്ട് അടുത്തിരിക്കുന്ന ആളുടെ പോലും തിരിക്കാൻ പ്രയാസമായിട്ട് വന്നു. അങ്ങനെ മെഡിക്കൽ ബോർഡില് ഞാൻ 15 വർഷം സർവീസ് ആയപ്പോൾ കർത്താവിന്റെ ദൈവശബ്ദം ഉണ്ടായി. ഇനി മിലിറ്ററി സർവീസ് ഇരിക്കരുത്, മുഴുവൻ സമയം കർത്താവിന് പേര് കെട്ടി പോകണം പറഞ്ഞു. അങ്ങനെ 65 ഇന്ത്യക്ക് 35 വർഷം മുമ്പേ ഞാൻ മിലിറ്ററിയിൽ നിന്ന് പിരിഞ്ഞു വന്നേ. അല്ലേ അനേക സഭകളിൽ സൂക്ഷിപ്പാൻ കർത്താവില്ല. അനേക സഭകളില് എന്നാൽ പിന്നീട് എന്റെ കാഴ്ച വളരെ കുറഞ്ഞു വന്നേ. എന്റെ ഭാര്യയും ഈ മകനും എന്നെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരുപാട് അടുത്ത് പോയിട്ടുണ്ട്. സഭാജാതി ഇരിക്കാൻ വയ്യാതായി. കാരണം കർത്തവേശ നടത്തുവാൻ ഒരാൾ കർത്തവേശം കൊടുത്താൽ ഇഷ്ടമില്ലെന്ന് കാണത്തില്ല. നാശം നടത്താൻ പ്രയാസം ഇതെല്ലാം വന്നപ്പോഴേ കാഴ്ച ശരിയായി പോയി. ഇത്രയും അടുത്തിരുന്ന ഒരു സ്ത്രീയാണോ പ്രശ്നം അറിയില്ല. എന്റെ കാഴ്ചയുടെ സ്ഥിതി പറയുക ആരും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് അസുഖം കിടക്കുന്നത് ആരും ഓപ്പറേഷൻ നടത്തില്ല. അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അങ്ങനെ ഹെലിയ കാഴ്ച കുറഞ്ഞു. അപ്പോൾ 90-ല് എന്റെ ഈ മകൻ വടക്കേണ്ടിയിൽ ജോലി ഇരിക്കുകയായിരുന്നു. 90-ല് 10 വർഷത്തോളം വടക്കേണ്ടിയിൽ ജോലി ഇരിക്കുമ്പോൾ ഞാൻ ഇന്നേക്ക് 10 വർഷം മുൻപേ മകൻ ജോലി രാജിവെച്ചിട്ട് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്നു. അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിളൊക്കെ പിന്നീട് ആൾ പരിചയപ്പെടുന്നത് ബൈബിൾ ക്ലാസ്സിലൊക്കെ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു ദർശനം കാണിച്ചു തന്നു. എന്റെ വലത്തെ കണ്ണിൽ ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു. 2 പ്രാവശ്യം കാണിച്ചു തന്നു. ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർമാരുടെ വിധി പറഞ്ഞിരിക്കുക. ഞാൻ മനസ്സിലാക്കി ഈ വലത്തെ കണ്ണിന് കാഴ്ച തരാൻ പോവുകയാണ്. ഓപ്പറേഷൻ ഉണ്ട് എന്ന് ദൈവത്തിനായി അങ്ങനെ കോയമ്പത്തൂർ കടന്നുപോയി. 10 വർഷം മുമ്പേ ഡോക്ടർ സമ്മതിച്ചില്ല. ഡോക്ടർ പറഞ്ഞു പിറ്റാട് അസുഖം കിടക്കുന്നുണ്ട്, കാറ്റാക്കി ഓപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ ആരും ഡോക്ടർമാരും ചെയ്തില്ല. ചെയ്താൽ കാഴ്ച കൊണ്ട് കിട്ടും. ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, ദർശനം പറയാൻ പോയില്ല, അത് പറഞ്ഞില്ല. ഞാൻ ആവശ്യപ്പെടുകയാണ് നടത്താൻ ചോദിച്ചു. നടത്തി. ഈ വലത്തെ കണ്ണിന് കുറച്ച് കാഴ്ച കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾ എത്രയും ആളുകളുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നും അറിയിട്ടില്ലായിരുന്നു. കുറച്ച് കാഴ്ച കിട്ടി. തന്നെ വിളിച്ചു കൊടുത്താലേ വാക്യങ്ങളൊക്കെ വായിക്കാം. ക്ലാസ് അങ്ങനെ ഇപ്പോൾ കർത്താവിന്റെ കൃപയാല് ഞാൻ ആയിരിക്കുന്നു. സ്വതനും ദൈവമായ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വാക്യം വായിച്ചാട്ടെ. വായിച്ച സംഘത്തിന്റെ ഒരു വാക്യം 107 എത്രാം വാക്യം വായിച്ചാട്ടെ. അവനവരെ വാക്യം ചേർത്ത് വായിച്ചാട്ടെ. പാർപ്പാണ്ടൊക്കെ പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവൻ അവരെ ചൊവ്വയുള്ള വഴി നടത്തി. ചൊവ്വയുള്ള വഴി നടത്തി ഈ മക്കളെ ജീവിക്കുന്നില്ല. 43 വർഷം മുമ്പേ ഞാൻ ചൊവ്വത്തെ വഴിയിലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. ചൊവ്വത്തെ വഴിയിലായിരുന്നു എന്നാണ് എന്റെ വിശ്വാസമില്ല. എന്റെ മകനും ചൊവ്വത്തെ വഴിയിലായിരുന്നു. എങ്ങനെ നടത്തുന്നത്? ചൊവ്വയുടെ വഴി. കർത്താവ് ഈ ചൊവ്വയുടെ വഴിയെ കൊണ്ടുവന്നു. പട്ടണത്തിൽ ചെല്ലേണ്ടതേ അവനവരെ ഈ നോമിനിന് വലിയ പട്ടണത്തിൽ പോയി പാട്ടാൻ പോവുക. സ്ത്രീകളുടെ ചരിത്രത്തോട് ബന്ധപ്പെട്ട പറയും വാക്യം പറയുന്നത് നമ്മളിനി വലിയ പട്ടണത്തിൽ പാർക്കാൻ പോകുക. പട്ടണമാണെന്നറിയാമോ? നമ്മൾ വലിയൊരു പട്ടണത്തിൽ പാർക്കാൻ പോവുക. അവർ പാർക്കാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടവര് അവനവരെ അക്ഷരീയമായി കരാൻ വെച്ചിട്ട് ഇന്ന് നമ്മളും
നമ്മുടെ ചുവയാണ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മുടെ പാർക്കാൻ ഒരുക്കുന്നതായ പുതിയ വിശുദ്ധനാണ്. അവിടെ ചെന്നെത്താനായിപ്പോൾ നമ്മെ കർത്താവ് ചൊവ്വയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൊവ്വയോട് വന്നാൽ പരിശുദ്ധാത്മാ നമുക്ക് കുറ്റവാദം തരും. ചൊവ്വയുടെ വഴിയാക്കും. ചൊവ്വയുടെ വഴി അല്ലെ ഒരു വാക്കുകൾ വായിച്ചിരിക്കുകയാണ്. തീത്തോസിലേഖനം 3-ാം അധ്യായത്തിൽ ഒരു വാക്യം വായിച്ചത് മുൻപേ നമ്മളെ ഈ ചൊവ്വയുടെ വഴിയായിട്ടുള്ള കാര്യം അത് അകത്ത് വചനമുണ്ടെങ്കിലും ഒരു വാക്യം അല്ലേ? തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ എത്ര വാക്യം നോക്കിയാൽ മുൻപേ നാമും എത്ര വാക്യം? 3-ാം വാക്യം. മുൻപേ നമ്മൾ ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണ വഴി പോയവരാ. അല്ലേ? എല്ലാവരും അനുസരണ വഴിയില്ലേ? അനുസരണപ്പെട്ടവരും വഴിതെറ്റിപ്പോയി. കാരണം ചുവയുടെ വഴി പോയി. വഴിതെറ്റി നടക്കുന്നവരും ഒന്നും രണ്ട് മോഹമൊന്നുമല്ല, കാണുന്നതിനെല്ലാം മോഹമാണ്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഖത്തിനും മോഹമാണ്. നാനാ മോഹങ്ങളെ മനസ്സിലാക്കാൻ അറിയാൻ നിവർത്തിയുണ്ട്. കാരണം ഒരുപാട് മനുഷ്യരെയൊക്കെ മോഹം കിടക്കുന്നത് നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അതാ ചുവട്ട വഴിയിലായിരുന്നു. അധീനരും പിന്നെ ഈശ്വര നടക്കുന്നവരല്ല ചുവയുടെ വഴി നടക്കുന്നത്. അവനും ചുവട്ട വഴിയിലാണ്. ഈർഷ്യയിലും അസൂയ നടക്കുന്നവർ ചുവയുടെ വഴിയിലാണ്. എല്ലാ ചുവട്ട വഴി. ഈർഷ്യയിലും അസൂയയിലും ക്ഷമയില്ല. ഭാര്യ പിടിച്ചാൽ തല്ലുക, മക്കളെ പിടിച്ച് വല്ലാതെ ഹേമിക്കുക, വെറുതെ സണ്ണ ഉണ്ടാക്കുക, ഈർഷ്യ, ക്ഷമയില്ല. പിന്നെ പകയും ചെയ്യും, വെറുതെ ഉപദ്രവിക്കും. എല്ലാം നമ്മിലുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചുവട്ട വഴി നടന്നവരായിരുന്നു നാം എല്ലാവരും. സംബന്ധിച്ചാമോ? ഈ ചുവട്ട വഴി നമ്മെ ചുവയുടെ വഴി ഈ ചുവട്ട വഴിയിലും ദൈവനെ ചുവയുടെ വഴി കർത്താവ് ചുവയുടെ വഴി അവർ ദൈവത്തെ കുറിക്കണം പറഞ്ഞു. ഈ ചുവയുടെ വഴി വന്നവരെല്ലാവരും എന്ത് ചെയ്യണം? അവർ യഹോവയെ നന്നെ ചൊല്ലിയും ലക്ഷ്യമാർ ചെയ്തായ തുണിക്കണം. അർപ്പിക്കുന്നവരെന്നെ